നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓർഡർ ഓഫ് സാൽവേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എലക്ഷൻ തൊട്ടാണ് തുടങ്ങേണ്ടത്. ഗോഡ് എലക്സസ് ആൻഡ് ദെൻ കോൾസസ്. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചു, മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു വിളിച്ചു. എലക്ഷൻ ആൻഡ് ദെൻ ഗോസ്പൽ കോൾ. ബോൺ അഗെയിൻ ആകുമ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാകുന്നു? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ബോൺ അഗെയിൻ? റീജനറേഷൻ. കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞു, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിക്കോദെമോസിന് അത് മനസ്സിലായില്ല. ബട്ട് ദ ലോർഡ് എക്സ്പ്ലെയിൻസ് ഇറ്റ് ദാറ്റ് യു ഹാവ് ടു ബി സ്പിരിച്വലി ബോൺ ടു ബി ലൈക്ക് ദ വിൻഡ്. ദൈവത്തിന്റെ ആത്മാവിനെ എങ്ങനെ വേണമെങ്കിലും നിയന്ത്രിക്കാവുന്ന, പ്രതിരോധങ്ങളില്ലാത്ത ഒരു സ്പിരിറ്റ് നമുക്കുണ്ടായിരിക്കണം. The Holy Spirit can take us anywhere, do whatever the Holy Spirit likes with us, and He can do it only if we have zero resistance. We are also wind-like in our nature. ആ വിൻഡ് ലൈക്കിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിനെ ലീഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ദൈവം വീണ്ടും ജനിപ്പിക്കുന്നത്. സോ ദാറ്റ് വി ഗെറ്റ് എ ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. അപ്പോൾ റീജനറേഷൻ കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന കാര്യം ഒരു കൺവേർഷനാണ്. കൺവേർഷൻ. ഈ കൺവേർഷൻ എന്ന് പറയുന്നത് പല ആൾക്കാരും ഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. നമ്മൾ പല ആൾക്കാരും വിചാരിക്കുന്നത് conversion is I have quit that church and I go into this church. Or quit that religion, I have quit that religion and I have become a Christian. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും കൺവേർഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എന്താണ് കൺവേർഷൻ? ആർ വി റിയലി കൺവേർട്ടഡ്? കൺവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ ജീവിച്ചിരുന്ന തത്വങ്ങളല്ല ഇന്ന് നമ്മളെ നടത്തുന്നു എന്നുള്ളതാണ്. വി ആർ ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. The way we looked at people, the way we looked at our circumstances, എല്ലാം തികച്ചു മാറിപ്പോയി. അതിനാണ് നമ്മൾ കൺവേർട്ടഡ് ആയി എന്ന് പറയുന്നത്. കാരണം നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് വി വർ നോട്ട് അവെയർ അബൌട്ട് ദ എറ്റേണൽ. നിത്യമായതിനെ കുറിച്ച് നമുക്ക് അറിവില്ലായിരുന്നു. നമ്മൾ യുക്തി കൊണ്ട് ജീവിച്ചിരുന്നു. നാളെ എങ്ങനെ ആഹാരം കഴിക്കുമെന്നുള്ള ജാതികളെ പോലെ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ആലോചിച്ച് നടന്നു. അതിന് എന്റെ ബുദ്ധി എങ്ങനെ പ്രയോഗിക്കാം, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ആലോചിച്ച് നടന്നു. സമ്പത്ത് കൂടുതൽ ഉണ്ടാകുമ്പോൾ അത് എവിടെ കൂട്ടിവെക്കാം, എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യാമെന്ന് അന്വേഷിച്ച് നടന്നു. അങ്ങനെ ലൈഫ് ആയിരുന്നു നമ്മുടെ എല്ലാം. പക്ഷേ കൺവേർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. റീജനറേഷൻ മേക്സ് അവർ ഐസ് ഓപ്പൺ ആൻഡ് ദെൻ വി ആർ കൺവേർട്ടഡ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ വേറൊരു കാഴ്ച കാണാം. കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്നു, ഞാൻ അവന്റെ കൂടെ മരിച്ചിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ കാഴ്ച വേറെയാണ്. നിത്യമായ ഒരു രാജ്യം, അതിന്റെ മഹത്വം. ഈ ലോകത്ത് നശിച്ചു പോകുന്ന സാധനങ്ങൾ നോക്കുമ്പോൾ കൺവേർട്ടഡ് അല്ലാത്ത ഒരാൾ നോക്കുന്ന പോലെയല്ല കൺവേർട്ടഡ് ആയ ഒരാൾ നോക്കുന്നത്. ദാറ്റ്സ് കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നോക്കുന്നത് മാറി, നമ്മൾ നാളെക്കുറിച്ച് ചിന്തിക്കുന്നത് മാറി, ജീവിക്കുന്ന രീതി മാറി. ഇതിനാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. Previously we obeyed our logic and reasoning. Now we obey the Holy Spirit because we have become like wind. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ശരിക്കും ഒരു മനുഷ്യൻ കൺവേർട്ടഡ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യം. അത് ജസ്റ്റ് നമ്മുടെ സാഹചര്യങ്ങളെ മാത്രമല്ല, നമ്മൾ മനുഷ്യരെ നോക്കുന്നു. ഇയാൾ ശരിയല്ല, ഇയാള് വിശ്വസിക്കാൻ പറ്റത്തില്ല, പുള്ളി സൂക്ഷിക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ കൺവേർട്ടഡ് ആയി കഴിയുമ്പോൾ നമ്മൾ നോക്കുന്നത് അയാൾ ശരിയല്ല, ഞാനും ശരിയല്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ ശരിയാക്കാൻ പറ്റുന്ന ദൈവമുണ്ട്. ഐ ട്രസ്റ്റ് ഗോഡ്. ഇയാളെ ശരിയാക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രുമെന്റ് ആയിട്ടായിരിക്കാം ദൈവം എന്നെ വെച്ചിരിക്കുന്നത്. സോ ദ ഓൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ്. നമ്മുടെ മനോഭാവങ്ങളെല്ലാം അതുപോലെ മാറും. നമ്മൾ ആളുകളെ നോക്കുന്ന രീതി മാറും, നമ്മളെ നോക്കുന്ന രീതി മാറും. ഈ നമ്മളെ നോക്കുന്ന രീതി മാറാനുള്ള കാരണം റീജനറേഷന്റെ കൂടെ നടക്കുന്ന വേറൊരു സാധനമാണ്. അതിനാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, നീതീകരണം. When the Lord justifies us, what happens? ദൈവം നമ്മളെ നീതീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മെ നീതീകരിക്കുമ്പോൾ നമ്മൾ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. That's a judicial act of God declaring us to be righteous. And God says, I am not counting your sins. അതാണ് റോമാലേഖനം 4 കാണുന്നത്. യഹോവ അകൃത്യം കണക്കിലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. 32 സങ്കീർത്തനത്തിലുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. So God decides not to count our sins and God declares that you are righteous. ഇതിനെയാണ് നമ്മൾ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, നീതീകരണം. അപ്പൊ നമുക്കറിയാം നമ്മൾ സ്വാഭാവികമായിട്ട് നീതിയുള്ളവരല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിൽ പാപ സ്വഭാവമുണ്ട്, പാപപ്രകൃതമുണ്ട്. ബട്ട് ഗോഡ് ഈസ് കോളിംഗ് മീ റൈച്ചസ്. അതൊരു വലിയ ഐറണിയാണ്. അപ്പൊ ഞാൻ എന്നെ നോക്കി കഴിയുമ്പോൾ ഐ എം നോട്ട് വർത്തി ഓഫ് ദറ്റ് അഡ്രസ്, ഐ എം നോട്ട് വർത്തി ഓഫ് ദറ്റ് കോൾ, ഐ എം നോട്ട് ഹോളി, ഐ എം നോട്ട് റൈച്ചസ്. പക്ഷെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് നീതിമാൻ എന്നാണ്. അതെന്ത് അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്? അതൊരു പെർഫെക്റ്റ് നീതിയുടെ അടിസ്ഥാനത്തിലാണ്. 1 കൊരിന്ത്യർ 1:30 പറയുന്നത്, നിങ്ങൾ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നീതിയും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു.
ഇപ്പൊ ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചസ്നെസ് എന്നുള്ള ആ വാക്യം ഭയങ്കര പവർഫുൾ ആണ്. എന്താണ് അതിന്റെ യഥാർത്ഥ പവർ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, എന്നോട് ദൈവത്തിന്റെ ആത്മ പറയുന്നത് ഒൺലി ക്രൈസ്റ്റ് ഈസ് റൈച്ചസ് എന്നാണ്. അപ്പൊ ഒൺലി ക്രൈസ്റ്റ് ഈസ് റൈച്ചസ് എന്റെ ആത്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ എനിക്കറിയാം ആയിട്ടില്ല, ബട്ട് ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചസ്നെസ്. അപ്പൊ എല്ലാ സമയത്തും ആ ഒരു ടെൻഷൻ ഉണ്ട്, ഞാൻ ക്രിസ്തുവിനെ പോലെ അല്ല, ബട്ട് ഹീ ഈസ് മൈ റൈച്ചസ്നെസ്. സംസാരിച്ച് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ നിനക്കറിയാം ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ ഒരു റൈച്ചസ്നെസ് ഇല്ല, ബട്ട് ക്രൈസ്റ്റ് ഈസ് മൈ റൈച്ചസ്നെസ്. അപ്പൊ എന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഞരക്കമാണ്, കർത്താവേ നിന്റെ നീതി അനുഭവിക്കാൻ, ടു ബി ലൈക്ക് യു. അപ്പൊ എന്റെ കാഴ്ച മൊത്തം അതായത് വൺസ് യു ആർ കൺവേർട്ടഡ്, യുവർ ആറ്റിറ്റ്യൂഡ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് അബൌട്ട് റൈച്ചസ്നെസ് ആൻഡ് അബൌട്ട് എവറി സ്പിരിച്വൽ പാരാമീറ്റർ, എവറിത്തിങ് ചേഞ്ചസ്, എല്ലാം മാറുമെന്നുള്ളതാണ്. ആ കൺവേർഷൻ എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഈ വീണ്ടും ജനനത്തിന്റെ ബ്യൂട്ടി എന്താണ് നമ്മൾ അനുഭവിക്കുന്നത്. വി ഹാവ് എ ടോട്ടലി ഡിഫറെന്റ് വേൾഡ് വ്യൂ ആൻഡ് ആൻ ഔട്ട്ലുക്ക്. ഈ ഒരു കൺവേർഷൻ എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മുടെ സ്വയനീതി ഇല്ലാതാകും, ക്രിസ്തുവിനെ അല്ലാതെ വേറെ ആരെങ്കിലും ഉയർത്തുന്നതോ മഹത്വപ്പെടുത്തുന്നതോ ഇല്ലാതാകും. ബിക്കോസ് വി നോ ദാറ്റ് ഓൺലി ക്രൈസ്റ്റ് ഈസ് വർതി ഓഫ് ഗ്ലോറി ആൻഡ് ഹി ഈസ് മൈ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ പറയുന്ന ശബ്ദം ഇതാണ്, നീ ആയിട്ടില്ല, നിന്റെ നീതി ക്രിസ്തുവാണ്. ഡോണ്ട് റിലാക്സ്, റൺ. കാരണം ഇനിയും ഓടാനുണ്ട്. ഈ ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതർവൈസ് വി വിൽ ഫീൽ ഓക്കെ, ദൈവം എന്നെ തെരഞ്ഞെടുത്തു, അക്സെപ്റ്റ് ചെയ്തു, ഇനിയിപ്പോ ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ദർ ഇസ് നോ പ്രഷർ, ദർ ഇസ് നോ സ്ട്രെസ് ഓഫ് ഗ്രോത്ത്. എനിക്കിനി എങ്ങോട്ടാ പോയില്ലും കുഴപ്പമില്ല, ഐ എം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഹി ഈസ് മൈ റൈച്ചസ്നെസ്, ഹി ഈസ് മൈ സാങ്ക്ടിഫിക്കേഷൻ. ദാറ്റ് ഓൾസോ ഇറ്റ് സ്പീക്സ് അബൌട്ട് അവർ സ്റ്റാറ്റസ് ബിഫോർ ഗോഡ് ആൻഡ് ഓൾസോ ഇറ്റ് സ്പീക്സ് അബൌട്ട് അവർ ചാലഞ്ച്. നിന്റെ നീതി, നിന്റെ വിശുദ്ധി ക്രിസ്തുവാണ്. ഇതാണ് നമ്മുടെ കൺവേർഷന്റെ അടിസ്ഥാനം. അപ്പൊ ഞാൻ ഒരാളോട് നല്ല സ്നേഹമായിട്ട് സംസാരിച്ചു, വളരെ സഹായിക്കുകയൊക്കെ ചെയ്തെന്ന് വിചാരിച്ചു. പിന്നെ നമ്പടാ ഞാൻ കൊള്ളാം, എനിക്കത് ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ആത്മ പറയുന്നു, ഇതല്ല നീതി, ക്രിസ്തുവാണ് നീതി, അവന് വേണ്ടി മരിക്കുന്നതാണ് നീതി. So it goes along like that. അപ്പോൾ ഓർഡർ ഓഫ് സല്യൂട്ടീസ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് സാൽവേഷൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് കർത്താവ് നമ്മൾ ഓരോ പടികളിലൂടെ രക്ഷിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ ഒരു പാഠമാണത്. അപ്പൊ നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളില്ല, വി ആർ കൺവേർട്ടഡ്. നാളെ ഇത് സംഭവിക്കുന്നുള്ള ചിന്തയില്ല, വി ആർ കൺവേർട്ടഡ്. വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് ഡെത്ത് ബിക്കോസ് വി നോ വൺസ് വി ഡൈ വി ആർ വിത്ത് ക്രൈസ്റ്റ്. എല്ലാം മാറ്റമാണ്. വി ആർ നോട്ട് ആങ്ഷ്യസ് ബിക്കോസ് വി നോ വി വിൽ ബി വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കൺവേർഷൻ എക്സ്പീരിയൻസ് ആണ്. ഇതിനാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിന്ന് ചുറ്റും നാട്ടുകാർ വിശ്വസിക്കുന്ന പോലെ ഒരു മതത്തിൽ ഇങ്ങോട്ട് ചാടുന്നതല്ല. നിങ്ങൾ ആലോചിച്ചേ, ഈ കൺവേർഷൻ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. വീണ്ടും ജനിച്ചവർക്ക് മാത്രമേ ഈ കൺവേർഷൻ എക്സ്പീരിയൻസ് ഉണ്ടാകത്തുള്ളൂ. ഓൺലി ദോസ് പീപ്പിൾ ഹു ആർ ബോൺ അഗെയിൻ ആർ കൺവേർട്ടഡ്. ആ കൺവേർഷൻ ദൈവമാണ് ചെയ്യുന്നത്, ചേഞ്ചിങ് അവർ തോട്ട്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾക്ക് അങ്ങനെ വലിയ തോട്ടിൽ വ്യത്യാസമൊന്നുമില്ല. അന്നത്തെ പോലെ തന്നെ ഇന്ന് ചിന്തിക്കുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യത്യാസം തോന്നുന്നില്ല. പക്ഷെ ഒരു വ്യത്യാസം തോന്നുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരാൾക്ക് പറഞ്ഞു, നമ്മുടെ ചർച്ചിൽ ഒരാളെ കുറിച്ച് ഒരാൾ അന്വേഷിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ചർച്ചിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചു, ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, എല്ലാം വളരെ ഡീസന്റ് ആയിരിക്കും, നല്ല സ്പിരിച്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കരുത്, എല്ലാത്തരം ആൾക്കാർ എല്ലായിടത്തും അതല്ല, ഒരു 3-4 വർഷം ഒക്കെ 4-5 വർഷമൊക്കെ നിങ്ങളുടെ ചർച്ച ഇങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന് അത്രയും എന്തായാലും ബോധമില്ലാതെ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഈ നമ്മുടെ ഉള്ളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ, ഓക്കെ, ഞങ്ങൾ ആകുന്നില്ല എന്നുള്ള ഫീലിംഗ് തരുന്നത് തന്നെ നമ്മുടെ ഉള്ളിൽ അയ്യോ ആയില്ലല്ലോ, ഈ പറയുന്ന ഒരു കൺവേർഷൻ എക്സ്പീരിയൻസ് ഒന്നും ആയില്ലല്ലോ എന്ന് തോന്നുന്നത് തന്നെ ആ ഗ്രോത്തിന്റെ ഭാഗമാണ്, സ്ട്രെസ്സാണ്. ദാറ്റ് മീൻസ് വി ആർ ഫീലിംഗ് ദ ഗ്രോത്ത് പാങ്സ്. ഗ്രോത്ത് പാങ്സ് പറഞ്ഞാൽ വളരാനുള്ള വേദന, വളരാനുള്ള പെയിനാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് അയ്യോ ഒന്നും ആയില്ലല്ലോ തോന്നുന്നത്, ബിക്കോസ് യു ആർ അണ്ടർ സ്ട്രെസ്. ആൻഡ് ദാറ്റ് സ്ട്രെസ് ഈസ് സ്പിരിച്വൽ. ആ ഒരു സ്ട്രെസ് മാത്രമേ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളൂ. ബട്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ ഓൾവേസ് അക്സെപ്റ്റഡ് ബൈ ദ ഫാദർ ആസ് ഹി ആക്സെപ്റ്റ്സ് ക്രൈസ്റ്റ്. അതൊരു മാറ്റമില്ല. ക്രിസ്തുവിനെ എങ്ങനെ പിതാവ് അംഗീകരിക്കുന്നു അതുപോലെ ഈ സമയത്തും എല്ലാ സമയത്തും ദൈവം നമ്മളെ അംഗീകരിക്കുന്നുണ്ട്. ബിക്കോസ് വൺസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ us, വൺസ് ഹി ഓഫേർഡ് ദാറ്റ് സാക്രിഫൈസ് ഫോർ അവർ സേക്ക്, നമ്മളും ക്രിസ്തുവും തമ്മിൽ പിതാവിന് വ്യത്യാസമില്ല എന്നുള്ളതാണ്. എത്ര ഭയങ്കരമായൊരു തോട്ടാണത്. അതായത് when he died for us, he became one with me. And when the father looks down on me, എനിക്ക് കർത്താവ് എന്നെ എങ്ങനെയാണോ പിതാവ് നോക്കുന്നത് അതുപോലെ തന്നെ എന്നെ നോക്കുന്നത്. പിതാവ് എന്നെ നോക്കുന്നത് ക്രിസ്തുവിന്റെ നീതിയിലൂടെയാണ്, വിശുദ്ധിയിലൂടെയാണ്, തേജസ്സിലൂടെയാണ്. ദാറ്റ്സ് ഗിവൺ ടു us as a free gift. അപ്പോൾ ഓർഡർ ഓഫ് സാൽവേഷനിൽ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വിളി പലതരത്തിലുണ്ട്. എഫക്റ്റീവ് കോളിംഗ് എന്ന് പറയും. എഫക്റ്റീവ് കോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിളി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് മാറ്റം ഉണ്ടാകും, നമ്മൾ വീണ്ടും ജനിക്കും. ആ ജനിപ്പിക്കുന്ന വിളി, അതാണ് നമ്മുടെ എഫക്റ്റീവ് കോളിംഗ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് കോളിംഗ്. പിന്നെയാണ് റീജനറേഷൻ. ആ വിളിയിലാണ് നമ്മുടെ വിഭജനം സംഭവിക്കുന്നത്. റീജനറേഷൻ, കൺവേർഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. ദൈവം നമ്മളെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കുന്നു.
അതെങ്ങനെ പ്രഖ്യാപിക്കുന്നു? ബൈ ഗിവിംഗ് അസ് എ ഫെയ്ത്ത്. അപ്പോൾ വീണ്ടും ജനിക്കുന്ന ഒരാൾക്ക് ദൈവം എസെൻഷ്യലി നൽകുന്ന ഒരു കാര്യമാണ് ഫെയ്ത്ത്. അപ്പം രണ്ട് തരത്തിലുള്ള ഫെയ്ത്ത് ഉണ്ട്. ഒന്ന് വീണ്ടും ജനിക്കുന്നവരുടെ ഫെയ്ത്ത്, മറ്റൊന്ന് വീണ്ടും ജനിക്കാത്തവരുടെ ഫെയ്ത്ത്. ഇത് ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ രണ്ട് ഫെയ്ത്ത് തമ്മിലുള്ള വ്യത്യാസം? വീണ്ടും ജനിക്കാത്തവരുടെ ഫെയ്ത്ത് എപ്പോഴും ലോകത്തെ സംബന്ധിക്കും, കാരണം അവർ ആ ലോകം മാത്രമേ കാണുന്നുള്ളൂ. നടത്തും ബ്രദറെ, ദൈവം നടത്തും. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇത് വീണ്ടും ജനിക്കാത്തവരുടെ ഫെയ്ത്ത് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകം മാത്രമേ അറിയൂ. ഇതിനപ്പുറത്തേക്ക് ഒരു ലോകം ഉണ്ടെന്ന് അവർക്കറിയില്ല. അവർ ആ ഫെയ്ത്ത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് ഇന്ന് ബഹുഭൂരിപക്ഷ സഭകളിൽ സംഭവിക്കുന്നത്. പീപ്പിൾ ഹു ആർ അൺറീജനറേറ്റ്, പീപ്പിൾ ആർ നോട്ട് ബോൺ അഗെയിൻ. അവർക്ക് ഈ വരാനിരിക്കുന്ന നിത്യരാജ്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും ചുറ്റും നിന്ന് ഈ ലോകത്തിന്റെ വിഷയങ്ങളെ ചുറ്റിക്കിടന്ന് കറഞ്ഞാണ്. ബിക്കോസ് ദേ ആർ നോട്ട് ബോൺ അഗെയിൻ, ദർ ഫെയ്ത്ത് ഈസ് ലിമിറ്റഡ് ടു ദ വേൾഡ്ലി തിങ്സ്. ലോകത്തിലെ കാര്യങ്ങളിലേക്ക് അവരുടെ വിശ്വാസം ചുരുക്കപ്പെട്ടിരിക്കുന്നു. കാരണം അപ്പുറത്ത് ലോകം അവർ കണ്ടിട്ടില്ല, പാപമോചനം ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല. സോ ദേ കാണ്ട് തിങ്ക് അബൌട്ട് ഹോളി ലിവിംഗ്, ദേ കാനോട്ട് തിങ്ക് അബൌട്ട് ക്രൈസ്റ്റ്. കാരണം കർത്താവ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ പാസ്റ്ററാണ് അവർക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ആ പാസ്റ്റർ പ്രാർത്ഥനയാണ് ഇവരെ ഒരു വിധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ദേ ഡോണ്ട് റിമെമ്പർ ക്രൈസ്റ്റ് ഡൂയിങ് എനിത്തിങ് ടു ദം. ബിക്കോസ് ദാറ്റ്സ് ദ ഫെയ്ത്ത് ഓഫ് ആൻ അൺറീജനറേറ്റഡ് പേഴ്സൺ. വീണ്ടും ജനിക്കാത്ത ഒരാളുടെ ഫെയ്ത്ത് അങ്ങനെ വരുള്ളൂ. നിങ്ങളല്ല ബ്രദറെ വിശ്വസിക്കേണ്ടത്, അതല്ല ബ്രദറെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പറ്റാൻ കാണണ്ട, ഈ ലോകം കാണുന്നില്ല. ബിക്കോസ് ഈസ് നോട്ട് ബോൺ അഗെയിൻ, ഈസ് അൺഎബിൾ ടു പുട്ട് ഹിസ് ട്രസ്റ്റ് ഫോർ സാൽവേഷൻ. നമ്മൾ ചുറ്റും നോക്കി കഴിയുമ്പോൾ വലിയൊരു ലോകം, ശുശ്രൂഷകർ, സഭകൾ ഈ വീണ്ടും ജനനം എക്സ്പീരിയൻസ് ഇല്ലാതെ പോകുന്നു. They are only looking at a faith that carries them along in this world. വീണ്ടും ജനിച്ച ഒരാളുടെ ഫെയ്ത്ത് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ആ ഫെയ്ത്ത് ആണ് നമ്മൾ എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഫെയ്ത്ത്. ജീവിക്കുന്ന ഫെയ്ത്ത് അതാണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്, ഞാൻ അന്വേഷിക്കുന്നത്. ബട്ട് ദാറ്റ്സ് ദ ഫെയ്ത്ത് ദാറ്റ് വി ആർ ഓൾവേസ് സ്പീക്കിംഗ് അബൌട്ട്. നമ്മളെപ്പോഴും റീഫോംഡ് തിയോളജി എന്നൊക്കെ പറയുമല്ലോ. ഇത് ചുമ്മാ ബുദ്ധി കൊണ്ട് പഠിക്കാവുന്ന ഒരു തിയോളജിയാണ്. 4 പ്രസംഗം കേട്ടാൽ നിങ്ങൾ റീഫോംഡ് തിയോളജിയാവും. ബട്ട് നമ്മൾ അങ്ങനെ ഒരു പ്യുവർലി റീഫോംഡ് തിയോളജി പറയാൻ വേണ്ടിയുള്ള ഒരു സഭയല്ല. ഞാൻ പ്രസംഗിച്ച് തുടങ്ങുന്നത് ക്രിസ്തുവിന്റെ ജീവൻ എന്ന വിഷയം പറഞ്ഞുകൊണ്ടാണ്. ദൈവം എന്നെ കാണിച്ചത് നിങ്ങളെല്ലാവരും റീഫോംഡ് തിയോളജിമാരാകണമെന്നില്ല. ദൈവം എന്നെ കാണിച്ചത് നിങ്ങളെല്ലാം ക്രിസ്തുവിനെ വഹിക്കുന്നവരും ക്രിസ്തുവിന്റെ ജീവനുള്ളവരാകണമെന്നാണ്. അതിനുള്ളൊരു ടൂൾ മാത്രമാണ് റീഫോംഡ് തിയോളജി എന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് ദ പർപ്പസ് ഓഫ് ദ ചർച്ച്. ദ പർപ്പസ് ഓഫ് ദ ചർച്ച് ഇസ് ടു ഗ്ലോറിഫൈ ദ ഹെഡ്. 10 പ്രസംഗമല്ല, 500 പ്രസംഗം കേട്ടാൽ നടക്കില്ല. വി നീഡ് ടു ബി ബോൺ അഗെയിൻ, വി നീഡ് ടു പുട്ട് അവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് വി സേ ലോർഡ് വി ബിലോങ് ടു യു. ഞങ്ങൾ പഴയ ആൾക്കാരല്ല. ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ പോവുകയും ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഒരു കൺവേർഷൻ, the conversion has to happen in our lives. It is not an intellectual conversion. It's a total conversion of a human being. ഒരു ബുദ്ധിപരമായൊരു മാറ്റം, മതമാറ്റമല്ല, ഒരു മൊത്തത്തോടെയുള്ള ഒരു മാറ്റം. കാഴ്ചപ്പാടിൽ, ഇമോഷൻസ്, വികാരങ്ങളിൽ, ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരങ്ങളിൽ പോലും there is Christ in those emotions. എത്ര മനോഹരമാണ്. You have Christ in all our emotions. We feel what Christ would have felt. We are sad when Christ would be sad. അതാണ് ഈ ക്രിസ്തു എനിക്ക് വസിക്കുന്നു എന്നുള്ളതിനകത്ത് പ്രത്യേകത. നമ്മളിത് കാണുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളത് കാണുമ്പോൾ, വിശ്വാസമില്ലാത്ത ജനങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകേണ്ട ഒരു വേദനയുണ്ട്. ക്രിസ്തുവിന്റെ വേദനയാണ്. സോ ഇത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കാണുമ്പോൾ, ബുദ്ധിമുട്ടിലും പ്രയാസത്തിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ട ഒരു ക്രൈസ്റ്റ് ലൈക്ക്നെസ് ഉണ്ട്. ദാറ്റ്സ് ദ എവിഡൻസ് ഓഫ് അവർ സാൽവേഷൻ. അതല്ലാതെ ഐ ആർട്ടിക്കുലേറ്റ് തിയോളജി കറക്റ്റ്ലി എന്ന് പറഞ്ഞ കാര്യമില്ല. അയാൾക്കൊരു കാര്യമില്ല, കേട്ടിരിക്കുന്ന നമ്മളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടില്ല. ബട്ട് ഫോർ ദാറ്റ് പേഴ്സൺ ഡസന്റ് കോൺട്രിബ്യൂട്ട് എനിത്തിങ്, ദറ്റ് ഡസന്റ് പ്രോഫിറ്റ് എനിത്തിങ്. അപ്പോൾ കൺവേർഷൻ എക്സ്പീരിയൻസ്, വി നീഡ് ടു ഫീൽ ദ കൺവേർഷൻ ഇൻ അവർ തോട്ട്സ്, ഇൻ അവർ ലൈഫ് സ്റ്റൈൽ, ഇൻ അവർ പെർസ്പെക്ടീവ്സ്. ഓക്കെ, അപ്പൊ ക്രിസ്തു നമ്മൾ വസിക്കുമ്പോഴാണ് ആ ഒരു കർത്താവിന്റെ ജീവനിലേക്ക് നമ്മൾ സന്തോഷത്തോടെ പ്രവേശിക്കുന്നതും പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മൾ എൻജോയ് ചെയ്യുന്നു. വി എൻജോയ് ബീങ് ചിൽഡ്രൻ ഓഫ് എ ഗ്രേറ്റ് ഗോഡ്. അപ്പോ നമ്മളെ അടുത്ത പരിപാടി പറഞ്ഞാൽ നമ്മൾ നീതീകരിക്കാൻ ഞാൻ പറഞ്ഞു. നീതീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ സംഭവിക്കുന്നു എന്താണെന്ന് പറയാം, നമ്മുടെ ദൈവം അവന്റെ മക്കളായി ദത്തെടുക്കുന്നു. അഡോപ്ഷൻ. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് നടക്കുന്ന കാര്യം. വി ആർ അഡോപ്റ്റഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഈ അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കാൻ വേണ്ടി നമ്മളെ കർത്താവിന്റെ കൂടെ വിശദീകരിച്ച്, കർത്താവിന്റെ കൂടെ തേജസ്കരിച്ച്, അവന്റെ വിശുദ്ധിയും അവന്റെ തേജസ് നമുക്ക് തന്ന് നമ്മളെയും അവന്റെ യഥാർത്ഥ പുത്രനെ പോലെ ആക്കി മാറ്റാൻ, ആ ക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റി നമുക്ക് ലഭിക്കുവാൻ മിക്കവാറും ഈ അൺറീജനറേറ്റഡ് ഉള്ള, അതായത് വീണ്ടും ജനിക്കാത്ത ആളുകളുടെ സ്പിരിച്വാലിറ്റിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എക്സർസൈസിനാൽ നിയന്ത്രിതമാണ്, ആത്മാവിനാൽ നിയന്ത്രിതമല്ല. അതായത് അങ്ങനെ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു, നാളെ തൊട്ട് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദാറ്റ് എമൗണ്ട് ക്വാണ്ടിഫൈഡ് പ്രസന്റേഷൻ ഓഫ് ഡിസിപ്ലിൻസ്, അത് അൺറീജനറേറ്റഡ് ആൾക്കാരുടെ പ്രത്യേകതയാണത്. ദ കൺട്രോൾഡ് ബൈ സ്പിരിച്വൽ എക്സർസൈസസ്. അതിലൂടെയാണ് അവർ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് അങ്ങനത്തെ സ്പിരിച്വാലിറ്റി, അതായത് അങ്ങനെ അവിടെ നിന്നല്ല നമ്മൾ തുടങ്ങുന്നത്
അഡോപ്ഷൻ, വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന ബോധത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അപ്പനോട് സംസാരിക്കുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഈസ് മൈ ഫാദർ, നോട്ട് ബിക്കോസ് ദ ടൈം ടേബിൾ ഡിമാൻഡ്സ്, നോട്ട് ബിക്കോസ് ദ ടൈം ടേബിൾ ഡിമാൻഡ്സ് യു ഗോ ആൻഡ് സ്പീക്ക് ടു ദ ഫാദർ. നോ, ഇറ്റ്സ് എ സ്പിരിച്വൽ എക്സസൈസ്. എല്ലാ സമയത്തും പിതാവിന്റെ പ്രസൻസിൽ our life will become an extended prayer. കർത്താവെ, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. I am helpless without your father. This cry is there every moment of our life. Because the timetable does not control our spirituality. It's not the timetable that controls us. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ടൈം ടേബിൾ കൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. Because he's our father. Because we are in a relationship. Because we cannot stop talking. അപ്പോൾ അതാണ് കൺവേർട്ടഡ്, റീജനറേറ്റഡ് ആൾക്കാരുടെ പ്രാർത്ഥന പ്രത്യേകത. There is active life in that prayers because God is listening and you are talking. And God is talking and you are listening. ഇത് ഒരു കൺവേർഷൻ എക്സ്പീരിയൻസിലൂടെ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അഡോപ്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രത്വമാണ്. പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് അവൻ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് ഓർഡർ ഓഫ് സല്യൂട്ടിസ് നമ്മളത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇറ്റ്സ് റിയലി വെരി ബ്യൂട്ടിഫുൾ. കാരണം ദൈവം നമ്മളെ പടിപടിയായിട്ട് സ്വർഗത്തിൽ വസിക്കുവാൻ യോഗ്യരാക്കി മാറ്റുന്ന എല്ലാ സ്പിരിച്വൽ ബ്ലെസ്സിങ്സും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് തരുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ ഓർഡർ ഓഫ് സല്യൂട്ടിസിലൂടെ നമ്മൾ കാണുന്നത്. Then we are sanctified. Then we are kept until we die. മരിക്കുന്നവരെ നമ്മളെ സൂക്ഷിക്കുന്നു. And then we are glorified. ഇതാണ് ഓർഡർ ഓഫ് സല്യൂട്ടിസ് എന്ന് പറയുന്നത്. നമ്മളെ വിശദീകരിക്കുകയും നമ്മളെ അന്ത്യം വരെ കാക്കുകയും നമ്മളെ സ്വർഗത്തിൽ പുത്രന്റെ കൂടി ഇരുത്തുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഞാൻ ഇന്ന് പറഞ്ഞ പോലെ കൺവേർഷനാണ്. ആർ വി റിയലി കൺവേർട്ടഡ്? ഡു വി ഹാവ് ദാറ്റ് കൺവേർഷൻ എക്സ്പീരിയൻസ്? ഈ ഭൗതികമായതിൽ നിന്ന് ആത്മീകമായതിലേക്ക്, നമ്മുടെ കാഴ്ചപ്പാട്, ലോജിക്കൽ കാഴ്ചപ്പാടുകളിൽ നിന്ന് ആത്മീകമായ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ കൺവേർട്ട് ആയിട്ടുണ്ടോ? അതോ ജസ്റ്റ് തിയോളജി വെച്ച് തട്ടുകയാണ്? ഇസ് ഇറ്റ് ജസ്റ്റ് ദ തിയോളജിക്കൽ ജാർഗൻ? ഓക്കെ, വെർബൽ ഡയറിയ എന്നൊക്കെ പറയുന്നത് നമുക്ക് നല്ലപോലെ പറയാൻ അറിയാം. ബട്ട് വി നീഡ്, അപ്പൊ നിങ്ങൾ കുറ്റബോധത്തോട് പോലും അയ്യോ ഞാനൊന്നും ആയിട്ടില്ല, അയ്യോ ഞാൻ ഇനി വചനം പറയുന്നില്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. നമ്മളെല്ലാവരും ഇതിന്റെ എക്സ്പീരിയൻസിന്റെ പല പല ഭാഗങ്ങളിലാണ്. സോ ഇറ്റ്സ് സെൽഫ് എക്സാമിനേഷൻ ടൂൾ, അത്രയേ ഉള്ളൂ. ആർ വി റിയലി കൺവേർട്ടഡ്? പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നീതിയും വിശുദ്ധിയും നമുക്ക് ഒരാശ്വാസമാണ്. ബിക്കോസ് വി ആർ അക്സെപ്റ്റഡ് ബൈ ദ ഫാദർ. ബട്ട് അതേസമയത്ത് അതൊരു ചലഞ്ചായിട്ട് മാറുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ അതൊരു ഞെരക്കമായിട്ട് മാറുന്നുണ്ടോ? അതും നമ്മൾ മക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ക്രോസ് എക്സാമിൻ ചെയ്യേണ്ട ഒരു വിഷയമാണ്.